പ്ലാന്റ്സിനെ കുറിച്ചാണ്. ഗൈസ് അപ്പം കൈ കഴുകി വന്നിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ചെടികളൊക്കെ പറഞ്ഞുതരും. തുടങ്ങിക്കോടാ. നമ്മളുടെ സ്പെഷ്യൽ ചെടിയാണ് ഇത്. എന്താ മൂവ വിരിച്ച ചെടി. ഇത് പിന്നെ കറ്റാർവാഴയാണ്. നമ്മുടെ മിക്കവരുടെയും വീട്ടിലുണ്ടാവും. 3 എണ്ണം ഉണ്ടായിരിക്കും. പിന്നെ ഇത് എന്താണ് ചെടി? ചക്കേനല്ലേ, വേറെ എന്താണ് ചെടിയാണ്. പിന്നെ ഇത് നല്ല ഭംഗിയില്ലേ ഗൈസ്. പിന്നെ എല്ലാ ചെടിയും കാണിച്ചു തരാം. ഇവിടെ വരെയാട്ടെ. ഇതാണ് കളർഫുൾ ചെടി. ഇവിടെ വരെയാട്ടെ ഫസ്റ്റ് സെക്ഷൻ. ബാക്കി സെക്ഷൻ കാണിച്ചു തരാം. ഇതാണ് നമ്മളുടെ മണി പ്ലാന്റ്. നല്ല മണി കിട്ടുന്ന പ്ലാന്റ് ആണിത്. പിന്നെ ഇത് ഏതാണ്ട് ഒരു ചെടി നമുക്കറിയില്ല. ഇത് നോക്ക്, നല്ല പൂ. നല്ല പൂവുള്ള നല്ല വലിയ ചെടിയാട്ടോ ഗൈസ് ഇത്. ഡാലിക എന്ന് പറയുന്ന പേര്. ഇപ്പൊ കണ്ട ഇതൊക്കെ എല്ലാം മിക്ക വീട്ടുകളിലും ഉണ്ടാവാറുണ്ട്. ഇതൊക്കെ ലില്ലിപ്പൂവിന്റെ ആണ്. ഇത് നല്ല വേറെ നടക്ക ചെടിയാണ്. ഗൈസ് നമ്മൾ സുന്ദരം കണ്ടില്ല, എന്റെ ഓപ്പോസിറ്റ് സൈഡാണിത്. ഓപ്പോസിറ്റ് ഉള്ള ബാക്ക് സൈഡാണിത്. കണ്ടായി ഈ ചെടി നല്ല രസമില്ലേ? പാമ്പിന്റെ പോലുള്ള ചെടിയാണ്. എല്ലാരും ഇങ്ങോട്ട് നോക്കിയാൽ പാമ്പിന്റെ പോലെ ആയിരിക്കും. നീരാളി അങ്ങനത്തെ. ഇത് കണ്ട അവിടെ സെയിം സാധനമാണ്. വൈകുന്നേരം ഇങ്ങനെ കൈകൂപ്പി വെക്കും. പിന്നെ ഇത് നല്ല ഫ്ലവറാണ്. ഇത് രാവിലെ ഒക്കെ ആവുമ്പോ വിടുന്നതാണ്. നല്ല രസാട്ടോ അത്. പിന്നെ ഈ ചെടി മിക്കവരുടെ വീട്ടിലുണ്ടാവാറുണ്ട്. പിന്നെ ഈ ചെടി പുതിയതായിട്ടുള്ള ചെടിയാണ്. കണ്ടോ? എനിക്ക് ഭയങ്കര ഇഷ്ടമാണോ ഗൈസ്. ഹലോ ഗൈസ്, ഇത് പുതിയ ചെടിയാണ്. 10,000 രൂപയുടെ ചെടിയാട്ടോ. ഇത് പണ്ട് വെച്ച ചെടിയാണ്. ഇപ്പോഴും നല്ല ഫ്രഷ് പോലെയായിട്ട് ഇരിക്കണേ. ഇതാട്ടോ ഗൈസ് അടീനിയ. ഇതില് കോവെ ഇതെല്ലാ ചട്ടികളിലും നിറച്ച അടീനിയാണ്. മുട്ടൊക്കെ ആയിണ്ട് ഗൈസ്. ഇവിടം വരെ ഉള്ളതെല്ലാം അടീനിയാണ്. പിന്നെ ഇത് വേറെ, ഇത് അടുത്ത ദിവസം ചെടിയാന്ന് തോന്നുന്നുണ്ട്. കാരണം ഇത്ര നാളെ ഈ ചെടി ഇവിടെ ഉണ്ടായില്ല. പിന്നെ നല്ല ചെടിയാട്ടോ ഗൈസ്. പിന്നെ ഇവിടെ ചീര ഉണ്ട് ഗൈസ്. ചീര അത് സ്പെഷ്യൽ ചീരയാട്ടോ. പിന്നെ ഇത് മിക്കവരുടെയും വീട്ടിൽ കാണുന്ന ഒരു ചെടി തന്നെയാണ്. പിന്നെ ചെടികളിലൊക്കെ ഇപ്പൊ ഇത് വെക്കണമെന്നുകൊണ്ട് ചേച്ചി ഇപ്പോടെ വെച്ചിട്ടുണ്ട്. ഇതിൽ നന്നായി പൂവൊക്കെ ഉണ്ടാവും. നല്ല രസമുണ്ട്. അതിന്റെ പേര് ആന്തോണി എന്നാണ്. വേറൊരു പൂവിന്റെ പേരാന്ന് പറയുന്നത്. ഈ ചെടികളൊക്കെ കണ്ട നല്ല രസമുണ്ട്. പിന്നെ നല്ല പിങ്കിച്ച് പൂ. പിന്നെ ഇതാണ് നമ്മുടെ ചെത്തിപ്പൂവ് പലരുടെയും വീട്ടില് കാണാം. പിങ്ക്, റെഡ്, തേനൊക്കെ ഉണ്ടാവും. പണ്ടൊക്കെ ഞങ്ങൾ കുടിക്കാന്നുള്ള സാധനമാണ്. അല്ലാതെ നിഹാല് ഗൈസ് ഇത് ഇവിടെ ഷീറ്റിന്റെ അവിടെ വളർത്തുന്ന ചെടിയാട്ടത്. ഗൈസ് ഇതാട്ടെ ഇതിന്റെ പേരട്ടോ മയിലെന്ന്. എനിക്ക് തോന്നുന്നു ഈ ചെടി ഉള്ളതുകൊണ്ട് ഇടയ്ക്കിടക്ക് മയിലൊക്കെ ഇവിടെ വരാറുണ്ട് കേട്ടോ ഗൈസ്. കണ്ട നല്ല വലുത് നല്ല രസം കിട്ടാ കാണാൻ. ഇത് പിന്നെ ആരോടൊന്നും പറഞ്ഞു തരണ്ടല്ലോ. ഇത് നമ്മുടെ സ്വന്തം പനിക്കൂർക്ക തന്നെയാണ് ഗൈസ്. പിന്നെ ഇതൊക്കെ നല്ല ചെടികളാണ്. ഇത് ജാതി അല്ലേ ചേച്ചി? ജാതി. ഇത് പുതിയതായിട്ട് വാങ്ങിച്ചതാണ്. അതുകൊണ്ട് അവിടെ കവറിലായിട്ട് ഇരിക്കണേ. പിന്നെ അതെ ചേച്ചി വെച്ച ചെടികളാണ്. ഇപ്പൊ വെക്കുന്നതാണ്. വെച്ചിട്ടില്ല, നട്ടിട്ടില്ല. കവറിൽ തന്നെയാണ്. ചിലപ്പോ നടായിരിക്കും. കണ്ട എല്ലാം നല്ല ഭംഗിയുള്ള ചെടികളാണ്. പിന്നെ ഇതാട്ടോ ഈ വീട്ടിലെ സപ്പോട്ട. ഇതാട്ടെ ഈ വീട്ടിലെ ഏറ്റവും വലിയ മരം. കണ്ടോ നിറച്ചുണ്ട്. സപ്പോട്ട കാര്യങ്ങൾ ഉണ്ടാവാറില്ല. ഇതാട്ടോ നമ്മുടെ നാട്ടില് ഇപ്പൊ ഈയിടെയായിട്ട് കാണുന്ന ഒരു ഫ്രൂട്ട് മംഗോസ്റ്റീൻ. ഇത് അവിടെ ഉണ്ടായിട്ടുണ്ട്. കാണിച്ചു തരാം നിങ്ങൾക്ക്. കാണുന്നുണ്ടോ? ഇത് കുറച്ചുകൂടി ഡാർക്ക് ആവണം. ഡാർക്കായത് അത് പൊട്ടിച്ചോടാ. ഡാർക്കായത് കാണിച്ചു തരാം. നല്ല രസമാണ്. കണ്ടോ? അതിനത് പൊട്ടിക്കാൻ നോക്കാം കേട്ടോ ഗൈസ്.
അപ്പൊ ഗൈസ് നമ്മൾ മംഗോസിനൊക്കെ തിന്നു, നല്ല ടേസ്റ്റ് ഉണ്ട് ഗൈസ്. ഇതാട്ട ഗോൾഡൻ ബാമ്പു. പണ്ട് ഞാൻ ഇവിടെ കളിച്ചിട്ട് ഇതിന്റെ ഇതും കൊണ്ട് എന്റെ കൈയൊക്കെ മുറിഞ്ഞതാണ്. ഇത് സൂക്ഷിക്കണം, മുള്ളൊക്കെയുള്ളതാ, സൂക്ഷിക്കണം. മുള്ളല്ല, ആരോ ഇതാണ് ഇതിന്റെ അപ്പുറത്തെ ഈറയാണോന്ന് സംശയം. ആ ഗൈസ്, ഇതാട്ട നമ്മുടെ ഇവിടുത്തെ ഈറ. ഇത് രണ്ടും കണ്ടോ അടുത്തടുത്തായിട്ടാണ്. ഇതാണ് എന്റെ കയ്യിൽ മുറിഞ്ഞിരിക്കണേ. പിന്നെ ഇതായാലും എന്റെ പണ്ടത്തെ ഊഞ്ഞാൽ സെലക്ഷൻ. ആ ഊഞ്ഞാൽ മാറ്റി. ഇതായിട്ട് ഒരു വലിയ സാധനം. ഇത് ഞങ്ങൾ കളിക്കുമ്പോൾ അതായിട്ട് അതിന്റെ കായായിട്ട് ഞങ്ങൾ CCTV ക്യാമറ ആക്കാറ് പണ്ട്. ഇതാട്ടോ അത്തിപ്പഴം. ക്യാമറ അത്തിപ്പഴായിരുന്നു ഗൈസ്. ഇതാണ് ഈ അത്തിപ്പഴാണ് ഞങ്ങൾ പണ്ട് CCTV ക്യാമറ ആക്കുന്നത്. കണ്ട നല്ല രസാ. ഇതാട്ടോ ഇവിടുത്തെ നമ്മുടെ കുളം, ആമ്പൽ കുളം. ഇതിന് മീനൊക്കെ ഉണ്ട്, പക്ഷെ കാണാൻ പറ്റില്ല, ആമ്പലിന്റെ അടിയിലൊക്കെയാ ഗൈസ്. ഇപ്പൊ ഇത് അത്രയും ഇതല്ല, ചിലതൊക്കെ ഇതിൽ വീഴാറുണ്ട്. പിന്നെ എല്ലാം ഇതൊക്കെ വീഴാണ്ട്, പക്ഷെ നമ്മൾ സെറ്റ് ആക്കിയിരിക്കും ആമ്പൽ കൊലം. അതുകൊണ്ട് ഇതെല്ലാം ശരിയാക്കിയിട്ട് നമുക്ക് വീണ്ടും ഞങ്ങളൊരു വീഡിയോ വയ്ക്കും ഗൈസ്. ഇത് കണ്ടോ, ഇതൊരു കട്ടിയുള്ളൊരു സ്റ്റെമ്മോ അല്ല കേട്ടോ. ഇത് നല്ല രസം. നല്ല പെണ്ണുങ്ങൾ മേക്കപ്പ് ഒക്കെ ഇടുന്നൊരു ബ്ലഷ് സാധനല്ലേ, ആ ഒരു സാധനം കേട്ടത്. പിന്നെ വേറൊരു സാധനം, പണ്ട് ഞാൻ ഇതെൻ്റെ അപ്പൻ വീട്ടിലുള്ള സമയത്ത് ഇതിൻ്റെ തുമ്പും കൊണ്ടൊക്കെ ഞാനും ചേച്ചിയും വെറുതെ കളിക്കാൻ വേണ്ടി അതിലേന്നത് തുമ്പത്ത് ഇട്ടിട്ട് ഒറ്റ കുത്തും. നല്ല രസം. അത് ഇങ്ങനത്തെ തുമ്പുകൾ ഉണ്ടോ, ചിലതിലൊക്കെ നല്ല കട്ടിയൊക്കെ, ചിലതിൽ അത്രയും കട്ടിയില്ല. പിന്നെ അടുത്താണ് നമ്മുടെ ഈ ഒരു സ്പെഷ്യൽ മരാട്ടോ. ഇതും നമ്മുടെ സപ്പോർട്ടയുടെ കൂടെ മാച്ചായിട്ടിരിക്കുകയാണ്. പിന്നെ അത് മാത്രല്ല, അതിന്റെ കൂടെ മണി പ്ലാന്റ് നമ്മൾ നട്ട് വെച്ചാണ്ട് തന്നെ വളർന്നു വന്നേക്കാണ്. അതുപോലെ തന്നെ സെയിമും തെങ്ങില് തെങ്ങല്ലാട്ടോ ഗൈസ്, ഇത് വേറൊരു ചെടിയും തന്നെയാണ് ഗൈസ്. സോറിട്ടോ, ഇത് തെങ്ങ് ഞാൻ കണ്ടപ്പോ എനിക്ക് മനസ്സിലായില്ല, കാണിച്ചതാട്ടോ. ഇതാട്ട് നമ്മുടെ തെങ്ങ് നല്ല രസമില്ലേ, ഞാനത് കണ്ടിട്ടുണ്ടായില്ലായിരുന്നു. ഇതടുത്ത് നമ്മുടെ അടുത്ത ചെടി. ഇതിൻ്റെ ഈ ഇലയ്ക്ക് നല്ല മണ, ഞാൻ കാണിച്ചത്. ഇതേ ഇത് നമ്മൾ കയ്യിൽ ഞാനൊക്കെ ഇത് സ്പ്രേ ആക്കാൻ വേണ്ടി കുറെ കളിച്ചിട്ടുണ്ടായിട്ട് പണ്ട്. നല്ല മണട്ടോ ഗൈസ്. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ഇതായിട്ട് നമ്മുടെ കട്ടമുല്ല. ഗൈസ്, അങ്ങനെ നല്ല മുല്ലാണ്. ഇതിൻ്റെ മണം ഭയങ്കര രസമാണ്. പിന്നെ അടിയിലൊരു ചെടിയുണ്ട്, ഇത് എന്ത് ചെടിയാന്ന് ഒന്നും ഞങ്ങൾക്കറിയില്ല കേട്ടോ. ചീരുന്നില്ല, മഴ വീണ്ടും വരും. അതല്ല ചെടിയിലുള്ള സാധനമാണ്. അപ്പം നമുക്ക് ഇതിൻ്റെ മണം നോക്കാം. ഇതിൻ്റെ നല്ല അത്യാവശ്യം നല്ല ഇതിന് അത്യാവശ്യം നല്ല മണമൊക്കെ ഉണ്ട് കേട്ടോ ഗൈസ്. ഗൈസ്, ഈ ഒരു വീട് ഫുള്ളും കണ്ടോ, ഈ വീട്ടിൽ ഓരോ ചെടികളും വെച്ച് വളർത്തിയത് ഇവിടുത്തെ ലിസേച്ചിയും വർഗീസേട്ടനാണ്. അപ്പോൾ വർഗീസേട്ടൻ മരിച്ചുപോയി, അതുകൊണ്ട് നമുക്ക് ലിസേച്ചിനെ ഇപ്പം കാണിച്ചു തരാം. ഇതാട്ടോ ലിസേച്ചി ഗൈസ്. അപ്പോൾ ഇതാണ് ലിസേച്ചി. ലിസേച്ചിയാണ് ഇവിടുത്തെ എല്ലാ ചെടിയും ഒക്കെ അതന്നെ, ചെടികളുടെ പ്രസിഡന്റാണ് ലിസേച്ചി. ലിസേച്ചി വർഗീസേട്ടനും കൂടി ഒക്കെയാണ് ഈ ചെടികൾ, വീട്ടിലെ എല്ലാ ചെടികളൊക്കെ നടുന്നത് അല്ലേ. പിന്നെ ഞങ്ങൾ ഒരു സാധനം കാണിച്ചു തരാൻ മറന്നുപോയി, അത് കാണിച്ചു തരാം ഗായ്സ്. അപ്പോൾ ഇതാണ് നമ്മുടെ വർഗീസേട്ടനാണ് നമ്മുടെ ഇവിടുത്തെ മാംഗോസ്റ്റീൻ സപ്പോർട്ടൊക്കെ വളർത്തിയ ഇത്. ഗായ്സ്, ഇവൻ അവിടേക്ക് അങ്ങോട്ട് കയറി പോവാണ്. അവിടെ മംഗോസ്റ്റിൻ മരമുണ്ട്, പക്ഷെ അത് ചെറിയതാണ്, അത് ആവണുള്ളൂ. ഉണ്ടായിരുന്നു ചേച്ചി പറയുന്നുണ്ട്. കൊഴിഞ്ഞ് വീണു ഗൈസ്. പിന്നെ അവിടെ അടുത്തായിട്ട് സ്റ്റാർ ഫ്രൂട്ട് ഉണ്ട്. ഇതാട്ടോ ഞങ്ങളുടെ മെയിൻ താരം. ഞങ്ങളെല്ലാ മിക്ക ദിവസങ്ങളിലും നിഹാരൊക്കെ ഉള്ള സമയത്ത് ഞങ്ങൾ പൊട്ടിച്ച് അരിഞ്ഞ് തിന്നാൻ നല്ല ടേസ്റ്റ് ആട്ടോ ഗൈസ്. ദേവന്നു ഗൈസ് നമ്മൾ സ്റ്റാർ ഫ്രൂട്ട് കാണിച്ചു തരാം. അപ്പോൾ ഗൈസ്, ഇതാട്ടോ നമ്മുടെ സ്റ്റാർ ഫ്രൂട്ട്. ഇത് ഞാൻ നിങ്ങൾക്ക് അരിഞ്ഞ് കാണിച്ചു തരാം. അപ്പോൾ ഗൈസ്, നമ്മുടെ സ്റ്റാർ ഫ്രൂട്ട് നമ്മളൊന്ന് മുറിച്ച് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത് കല്ലിനട മുറിക്കുകയാണെങ്കിൽ എനിക്ക് വെച്ച് മുറിക്കാണ്. കഴിക്കാം.
ഭാഗം ചീറ്റിയത് കേട്ടോ. കണ്ട ആ നക്ഷത്രം ഇത് കണ്ട രസല്ലേ? ഇനി നമുക്ക് ചെത്തി കാണിച്ചു തരാം. കണ്ട ഇതാട്ടെ നമ്മുടെ സ്റ്റാർ ഫ്രൂട്ട്. ശരിക്കും നക്ഷത്രം പോലെയല്ലേ? ശരിക്കും സ്റ്റാർ പോലെയല്ലേ ഗൈസ്? തിന്നോക്കാട്ടെ. ഇപ്പോഴും ആ ടേസ്റ്റ് പോയിട്ടില്ല കേട്ടാ. പുഴ ഉണ്ട് കേട്ടോ. ഇത് മിസ് ചെയ്യാൻ പറ്റില്ല, കാരണം അത്രയും നല്ല ഫ്രൂട്ടാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ ഗൈസ് ഈ ഒരു ഫ്രൂട്ട്. ഓക്കെ ഗൈസ്, ആദ്യം നിഹാല കയറി വന്നില്ലേ ആ ഒരു സ്ഥലം ആട്ടോ ഇത്. ഇത് ഇരുമ്പമ്പുളി. ഇതേ കാണിച്ചു തരാം. ഇരുമ്പമ്പുളി ഉണ്ടോ? പിന്നെ ജാതി, സപ്പോട്ടോ, എന്താ പറയുക, കുറേ റംബൂട്ടാൻ, അങ്ങനെ കുറേ ചെടികളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. മരങ്ങൾ, കപ്പങ്ങ കണ്ട, ജാതി എല്ലാം ഉണ്ട് ഗൈസ്. പിന്നെ ഇവിടെ ഒരു ബംബിളൂസ് നാരങ്ങ ഉണ്ടായിട്ടാ, കാണാനില്ല ഗൈസ്. അത് ബംബിളൂസ് നാരങ്ങല്ലേ? നിഹാലിനെ പോയി വിളിക്കാട്ടോ. നിഹാലേ, ആടാ ബംബിളൂസ് നാരങ്ങ ഒന്ന് എടുത്തടാ. അവനിപ്പോ പോയി ബംബിളൂസ് നാരങ്ങ എടുക്കട്ടെ. ആരും വേണ്ട, വിളിക്കണ്ട. ഒന്നാമത്തെ എവിടെ നിന്ന് വീണില്ലേ? ഈ ജാതിയുടെ അപ്പുറത്തായതുകൊണ്ട് ശരിക്കും കാണാൻ പറ്റില്ല കേട്ടോ ഗൈസ്. അപ്പൊ ദേ നമ്മുടെ ബംബിളൂസ് നാരങ്ങ കിട്ടിയിട്ട് ഗൈസ്. രസില്ലേ? എന്നെ കരുന്നാക്കാൻ തോന്നുന്നുണ്ട് ഗൈസ്. അതുകൊണ്ടാണ് നമ്മൾ ബംബിളൂസ് നാരങ്ങയുടെ കാര്യം പറഞ്ഞപ്പോ തന്നെ വീണേട്ടാ. നല്ല ടേസ്റ്റ് ആണ്. ദേവ് നമുക്ക് നന്നായിട്ട് തന്നു. ഇവന് എങ്ങടെ പോയെന്നറിയോ ഗൈസ്? ഇന്ന് നമ്മുടെ തിന്നാൻ പോയതായിരിക്കും. സ്റ്റാർ ഫ്രൂട്ട് ബാക്കി ഉണ്ടായില്ലേ, അതൊന്നും തിന്നാൻ പോയേക്കെ ചെയ്തിട്ടോ ഗൈസ്. അപ്പൊ ഗൈസ് നമ്മുടെ ബംബിളൂസ് നാരങ്ങ കിട്ടിയിട്ടുണ്ട്. അപ്പൊ ചെത്തി തരും. ആ നേരം കൊണ്ട് നിങ്ങൾ എല്ലാവരും ലൈക്ക് ചെയ്യണം. ലൈക്ക് ചെയ്യും, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. പിന്നെ ഇത് 1K ആകുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഗീവ് അവേ ഉണ്ട് കേട്ടോ ഗൈസ്. അതുകൊണ്ട് വേഗം വേഗം ചെയ്തോളൂ. അപ്പൊ ഞാൻ മുറിക്കട്ടെ. അപ്പൊ ഗൈസ് നമ്മളെല്ലാം കാണിച്ചതിന് നന്ദി പറയാ. ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. പിന്നെ ബംബിളൂസ് നാരങ്ങ ചെത്തി കാണിച്ചു തരാം. അത് ഞങ്ങൾ അടുത്ത വീഡിയോയിൽ കാണിച്ചു തരാം ഗൈസ്, അല്ലേ? അപ്പൊ എല്ലാവരും ജോജോ എന്താ യൂട്യൂബിലേക്ക് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. അപ്പൊ ശരി, ഞങ്ങൾ വേറൊരു വീഡിയോ ആയിട്ട് അടുത്ത് തന്നെ വരാം.